afternoon, dears. We are moving on to the simplex algorithm for maximum basic feasible tableaus, or let me just tell tables. Okay, tables എന്നാണല്ലോ നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ നമുക്ക് tables എന്ന് തന്നെ പറഞ്ഞു പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേബിൾസ് നമ്മൾ ഓൾറെഡി എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ആ എഴുതാൻ പഠിച്ച ടേബിൾസിൽ എങ്ങനെയാണ് നമ്മൾ സിംപ്ലക്സ് ആൽഗോരിതം കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ഡെഫിനിഷൻ. ദിസ് ഇസ് എ വെരി സിമ്പിൾ ഡെഫിനിഷൻ. Any solution obtained by setting all of the independent variables of a table equal to 0 is said to be a basic solution. Okay, അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും നമ്മുടെ ടേബിളിലുണ്ടെന്ന്. ഏതൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്? x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ് നമുക്ക് ഓൾറെഡി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ തന്നിരുന്ന വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ആൻഡ് ദോസ് സ്ലാക്ക് വേരിയബിൾസ് വിച്ച് വി ആഡഡ് ടു ഫോം ദ canonical slack maximization or minimization problem, that is t1 t2 എക്സെട്ര tm. അപ്പോൾ എത്ര ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ആണോ ഉള്ളത് അത്രയും സ്ലാക്ക് വേരിയബിൾസ് ആണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. ആ സ്ലാക്ക് വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ദി വേരിയബിൾസ് വിച്ച് വർ ഓൾറെഡി ദെയർ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് x1 x2 എക്സെട്ര xn is called the independent variables. Okay, and independent എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xn ആണ്. And those variables t1 t2 etc tm are called the dependent variables. So when we get a solution where all the independent variables are equal to 0, that is x1 x2 etc xn are all equal to 0, നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടാറുണ്ട്. t1 t2ൻ്റെ ഒക്കെ വാല്യൂ അല്ലെങ്കിൽ ta tbയുടെ ഒക്കെ വാല്യൂ ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാറുണ്ട്. ആ സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, so when we have all the independent variables equal to 0, we say that the solution that we get is a basic solution. This is the case of the first table. നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്ന ടേബിളിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന പ്രോബ്ലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നും ta tb tc അല്ലെങ്കിൽ t1 t2 എക്സെട്ര tm എന്നുള്ളതാണ് എന്ത് വേരിയബിൾസ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്നും പറയാൻ പറ്റും. പക്ഷേ അത് രണ്ടാമത്തെ ടേബിളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും മാറി വരും. We have seen that we have interchanged variables and all. Okay, അപ്പോൾ അത് നമുക്ക് ഒന്നോടെ കാണാം. അതാണ് ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസിഡർ ദ ടേബിൾ സീക്വൻസ് ഇൻ എക്സാമ്പിൾ 3. നമ്മൾ ഈ ടേബിൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടേബിൾ സീക്വൻസ്. ഈ ടേബിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്താണ് ആ പ്രോബ്ലം ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും? ഇറ്റ് ഈസ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാം. ബിക്കോസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേരിയബിൾസ് ഓർ ദ മെയിൻ വേരിയബിൾസ് ആർ ഗിവൻ ഹിയർ. Okay, the main variables are given here and the slack variables are given here. ഇനി നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലത്തിലാണെങ്കിൽ നേരെ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ദി മെയിൻ വേരിയബിൾസ് എവിടെയായിരിക്കും വരിക? ഇവിടെയാണ് മെയിൻ വേരിയബിൾസ് വരിക. ആൻഡ് ദ സ്ലാക്ക് വേരിയബിൾസ് ഒക്കെ വരുന്നത് ഇവിടെയായിരിക്കും. സോ ബൈ സീയിങ് ദി ടേബിൾ ഇറ്റ് സെൽഫ് we can say whether the given problem is a maximization or a minimization problem, and this particular problem is a maximization problem, isn't it? Okay, so in the first table, x1 is equal to x2 is equal to 0, ta equal to 20, tb equal to 30, tc equal to 25 and p is equal to 0. Okay, this is the basic solution of the first table. അതായത് നമുക്ക് തന്നിരുന്ന ടേബിൾ ഇതായിരുന്നു. ഈ ടേബിളിൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ x1ഉം x2ഉം ഈക്വൽ ടു 0 കൊടുത്തു. So when x1 and x2 are equal to 0, when we consider the first row, what is the first row? It corresponds to the main constraint, the first main constraint. അത് എങ്ങനെയാണ് കിട്ടുക? By multiplying the corresponding elements of these two rows, that is 1x1 plus 2x2 minus 20 is equal to minus ta, isn't it? So when you have x1 and x2 is equal to 0, so what was the main constraint? Let me just write it down. x1 plus 2x2 minus 20 is equal to what? Is equal to minus ta. So we have taken x1 and x2 as equal to 0. So these it becomes 0. What is there as balance? You have just ta is equal to 20 അല്ലേ. അപ്പോൾ ta equal to 20 എന്നുള്ളത് മാത്രമായി ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ you have the second constraint. What is the second constraint? The second constraint is this one. 2x1 plus 2x2 minus 30 is equal to
minus TB. So there when you put x1 and x2 equal to 0, you will have minus 30 is equal to minus TB, which means TB is equal to 30. Similarly, when you put x1 and x2 is equal to 0, the third constraint you will get 25 is equal to TC. And when you put x1 and x2 as equal to 0 in P, that is the objective function, you get P is equal to 0 because this becomes equal to 0. Clear? Okay. Now, so from the first table, we have x1 is equal to 0, x2 is equal to 0, t equal to 20, tb equal to 30 and t is equal to 25. So that is the basic solution of the first table. So here you can see that the independent variables, okay, independent variables are those variables that we consider here. ഇതാണ് എപ്പോഴും independent variables. So for this particular table, the independent variables are x1 and x2 and the dependent variables are ta, tb, tc. What about the next table? In the next table, you can see that the independent variables are tc and x2 and the dependent variables are ta, tb and x1. Okay, so you have got a particular table here. What you do, let us see. You put t is equal to x2 is equal to 0, then you will get, what will you get? Let us see that also. So you put tc equal to, see, tc is equal to x2 is equal to 0, then you get like just like what we did before, you get minus 1 by 2 tc. So let me just write it down, or minus tc by 2 plus 3x2 by 2 minus 15 by 2 is equal to minus ta, isn't it? So here if you put tc is equal to 0 and x1 is equal to 0, you get minus 15 by 2 is equal to minus ta, or ta is equal to just 15 by 2. Clear? Now, so that is what you have got here, that is tc is equal to x2 is equal to 0, ta equal to 15 by 2. Similarly, you will get tb is equal to 5. When you put tc and x2 is equal to 0, you will get tb is equal to 5, and when you put x2 and tc equal to 0, you have x1 equal to 25 by 2, and p you will get it as equal to minus 2500, sorry, plus 2500, isn't it? So that is the second basic feasible solution you get. That is, from the second table you have the basic feasible solution. tc is equal to x2 is equal to 0, ta equal to 15 by 2, tb equal to 5, x1 is equal to 25 by 2, and p is equal to 2500. So these two are the independent variables and these are the dependent variables in the second table. Now similarly, ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഏതാണ് ഈ ടേബിളിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. യു ക്യാൻ ടെൽ ഇറ്റ് അലോങ് വിത്ത് മീ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സെറ്റ് ആൻഡ് ദിസ് വിൽ ബി ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സെറ്റ്. അതായത് ടി സിയും ടി ബിയും നമ്മളിനി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ടി എ ഈക്വൽ ടു 0 വന്നു, x2 is equal to 5 വന്നു, x1 is equal to 10 കിട്ടി, ആൻഡ് p is equal to 2750. ഇപ്പോൾ ഈ മൈനസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷേ ആ മൈനസ് പോകും, കാരണം നമുക്കിവിടെ മുകളിലൊരു മൈനസ് ഉണ്ടല്ലേ. Okay, so that is the last basic feasible solution we get from the table 3. Okay, അപ്പോൾ ആ ടേബിളിൽ നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി സി ആൻഡ് ടി ബി ആർ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ടി എ x2 ആൻഡ് x1 ആർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ദിസ് വൺ ഇവിടെ വെച്ച് നമ്മൾ ടേബിളൊക്കെ നിർത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെയാണ്. ഓക്കെ, so this is the next example, I guess. ഇത് അടുത്ത എക്സാമ്പിളിൽ പറയാണ്. So this example, when you see the table itself, what can you say? When you see this table itself, you can say that this is a minimization problem because the independent variables എവിടെയാണ് വന്നത്, these are the independent variables or the main variables that was given in the given in the problem, and this is the this one that is given in the last one. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സ്ലാക്ക് വേരിയബിൾ. സോ ദിസ് ഇസ് എ മിനിമൈസേഷൻ പ്രോബ്ലം ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി വെൽ ഫ്രം ദി ഗിവൻ ടേബിൾ ഇറ്റ്സെൽഫ്. അതിനെ നമ്മൾ മാറ്റി മറിച്ച് ഉത്തരം കണ്ടുപിടിച്ചായിരുന്നു, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് കാണാം. But what are the basic solutions here? So you can find out the basic solutions directly from the table now.
What are the basic solutions? X1 equal to 0, x2 equal to 0, x3 equal to 0. You have TP is equal to 200 and TF is equal to TP is equal to minus 200 and TF is equal to minus 50. അല്ലേ, ഇത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഫോർ മിനിമൈസേഷൻ you will get the values of the dependent variables as negative in the first row. അപ്പോൾ ഇതാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് റോ. ഓക്കെ, അപ്പോൾ ബേസിക് സൊല്യൂഷൻ, ഫീസിബിൾ എന്നല്ല, ബേസിക് സൊല്യൂഷൻ ഓൺ ദ ഫസ്റ്റ് റോ. ഇത് ഫീസിബിൾ അല്ല. കാരണം എന്താ? ഫീസിബിൾ ആവണമെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ ചില കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഏതാ? നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കനോണിക്കൽ സ്ലാക്ക് ഫോം എഴുതുമ്പോൾ ടി എ ടി ബി ടി സി അല്ലെങ്കിൽ ടി എഫ് ടി പി ഇതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇതൊരു ബേസിക് സൊല്യൂഷനാണ്, പക്ഷേ ഫീസിബിൾ അല്ല. അതായത് എല്ലാ കൺസ്ട്രെയിൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ടി പി ആൻഡ് ടി എഫ് ആർ ലെസ് ദാൻ 0. സോ ദിസ് ഈസ് നോട്ട് ഫീസിബിൾ ബട്ട് ഇറ്റ് ഈസ് ബേസിക്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെല്ലാം ഫീസിബിളും ആണ് ബേസിക്കും ആണ്. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് അല്ല, ലെസ് ദാൻ 0 ആയിട്ട് നമുക്ക് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആവില്ല. ബിക്കോസ് feasibility means it should satisfy, that particular solution should satisfy every constraint that is given to you in the problem. And when you look at the constraints, non-negativity constraints also should be satisfied, but here the dependent variables does not satisfy the non-negativity constraint. Okay, so next one you can see the next table, that is this table. Okay, in this table also you can find out the solution, basic solution by yourself. x1, x2 and TP is equal to 0. x3 is equal to endai, since there are two negatives here, so x3 is equal to 100 and TF is equal to minus 50. So this is a basic solution, but again this is not feasible because you can see that there is a negative variable here. TF is equal to minus 50 എന്ന് പറഞ്ഞത് നെഗറ്റീവ് വേരിയബിൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. So this is the second basic solution, that is what you get, but it is not feasible. Now let us move on to the third table. Third table lo pogumbo, again these are the independent variables for this table, and these are the dependent variables. Independent variables x1 equal to 0, tf equal to 0 and tp equal to 0 vannu, and dependent nu parayumbo x3 is equal to plus 50i, x2 is equal to plus 50i alle. So here all the variables are greater than or equal to 0. You can see that. So this is a basic feasible solution, and ഇവിടെ വെച്ചായിരുന്നു നമ്മൾ നിർത്താനുള്ള കാരണം നമുക്ക് പിന്നീട് കാണാം, ബട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, now we are moving on to certain definitions. Okay, we are going to the certain definitions. We know this particular table that is given to you here. ഈ ടേബിൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, where you write the independent variables on the top and the dependent variables on the right side, and a minus 1 here and an f here. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കൺസ്ട്രെയിൻസിലുള്ള എന്തായിരുന്നു കോയിഫിഷ്യൻസ്, and these are the coefficients that we see in the objective function, and this ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ the constant that we see in the objective function. ഈ f എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ വിളിച്ച പേരാണ്. So you already know this table. Now ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ എന്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഇവിടെ x1 x2 എക്സെട്ര xn എന്നും, ഇവിടെ ഈക്വൽ ടു t1 മൈനസ് t1 ഈക്വൽ ടു മൈനസ് t2 എക്സെട്ര എക്സെട്ര ഈക്വൽ ടു മൈനസ് tm എന്നുമായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. Okay, so you can see that this is the actual table that we are considering. Okay, this be a table of a canonical slack maximization linear programming problem. The table is said to be maximum basic feasible if b1 b2 etc bm is greater than or equal to 0. അപ്പോൾ ഈ ടേബിളിനെ നമ്മൾ എപ്പോഴാണ് മാക്സിമം ബേസിക് ഫീസിബിൾ എന്ന് പറയുന്നത്? b1 b2 എക്സെട്ര bm എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലാണ് അതിന് മാക്സിമം ബേസിക് ഫീസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി ഐസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇവിടെയും ബി ഐസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇവിടെയും ബി ഐസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എവിടെയാണ് നമ്മൾ ബി ഐസ് എഴുതുന്നത്? ഈ ഒരു കോളത്തിലാണ് നമ്മൾ ബി ഐസ് എഴുതുക അല്ലേ. പിന്നെ അതേപോലെ ഈ ഒരു കോളത്തിലാണ് നമ്മൾ ബി ഐസ് എഴുതുക അല്ലേ.
അതേപോലെ താഴത്തേൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിലാണ് നമ്മൾ ബി ഐസ് എഴുതുക. ഇസ്ന്റ് ഇറ്റ്? സോ ഓൾ ദീസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നോക്കണം. അതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലും എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ബി ഐസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വി സേ ദാറ്റ് ടേബിൾ ഓർ ദ ടേബിൾ ഇസ് സെറ്റ് ടു ബി മാക്സിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ടേബിൾസൊക്കെ മാക്സിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷനുള്ള ടേബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി ഞാൻ പറയാം.